ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണം. അട്ടാരി വാഗ ബോർഡർ അടയ്ക്കുന്നു. മെയ് 1-ാം തീയതിക്ക് മുമ്പ് തന്നെ ആ ബോർഡർ വഴി തിരിച്ചു വരേണ്ടവർ കടന്നുവരിക. വിസ നടപടിക്രമങ്ങൾ, അതേപോലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനുടെയും പാകിസ്ഥാൻ ഹൈക്കമ്മീഷനുടെയും ഭാഗത്തുള്ള സൈനിക ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ അനഭമേതരാക്കിക്കൊണ്ട് പ്രഖ്യാപനം എത്തിയിരിക്കുന്നു. കടുത്ത നടപടിയുമായി ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിക്കൊണ്ടും അട്ടാരി വാഗ ബോർഡർ അടച്ചുകൊണ്ടും പാകിസ്ഥാനി പൗരന്മാർക്ക് വിസ നിഷേധിച്ചുകൊണ്ടുമുള്ള ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ വിക്രം മിശ്രി, ഇന്ത്യയുടെ ഫോറിൻ അഫയേഴ്സ് എക്സ്റ്റേണൽ അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറി ഇപ്പോൾ കണ്ടിരിക്കുന്നത്. പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ, പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ കടുത്ത നടപടിയുമായി മുന്നോട്ട്. അടാരി ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നു. മെയ് 1-ാം തീയതിക്ക് മുമ്പ് ഈ ബോർഡർ വഴി, വാഗ ബോർഡർ വഴി അടാരി വഴി കടന്നു വരാനുള്ളവരെല്ലാവരും കടന്നു വരിക. 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടുക. വിസ പ്രോസസ്സുകൾ പൂർണ്ണമായിട്ടും നിർത്തിവെക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ കഴിയില്ല. പി ആർ സുനിൽ, കടുത്ത നടപടികളിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷെ കാർഗിൽ യുദ്ധസമാനമായ സാഹചര്യത്തിൽ നമ്മൾ കണ്ടതുപോലെ അതിനേക്കാൾ രൂക്ഷമായ നയതന്ത്ര നടപടികളാണ് ഇപ്പോൾ വിക്രം മിശ്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നയതന്ത്ര നടപടികൾ? പി ആർ സുനിൽ. അരുണ, തീർച്ചയായും ശക്തമായ കടുത്ത നടപടിയിലേക്ക് തന്നെയാണ് ഏതായാലും ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ നീങ്ങുന്നത്, ഇന്ത്യ നീങ്ങുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിക്ക് ശേഷം ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറിയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിലാണ് പാകിസ്ഥാനെതിരെ സ്വീകരിക്കുന്ന കടുത്ത നടപടികൾ അദ്ദേഹം വിശദമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നു എന്നതാണ്. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുന്നു. ഇന്ത്യയിലുള്ള പാക് പൗരന്മാർ 48 മണിക്കൂറിനകം രാജ്യം വിടണം എന്ന അന്ത്യശാസനം ഇന്ത്യ നൽകിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ നിലവിലുള്ള വിസകൾ ഇനി നീട്ടി നൽകില്ല എന്നതുകൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ്. അതുപോലെ തന്നെ ദില്ലിയിലെ പാക് ഹൈക്കമ്മീഷൻ രാജ്യം വിടണം എന്ന ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നു.